എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നട്ട ചെടികളിലൊക്കെ ഇപ്പോൾ പുതിയ കായ്ക്ക വന്നു തുടങ്ങി. മത്തനും പിന്നെ ഈ കോവലൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മത്തനും കോവലും പയറും ഒക്കെ ഉണ്ട്. പയറ് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പാവൽ എല്ലാ ദിവസവും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള ഗാർഡനാണിത്. പാവൽ നടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കാം. നല്ല വേനലൊക്കെ ആയതുകൊണ്ട് നിറയെ മൾബറി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മൾബറിയാണ്. കുറേ മൾബറി ഉണ്ടായിരുന്നു. നമുക്കിത് വൈൻ ഉണ്ടാക്കിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പഞ്ചസാരയും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം. ഈവനിങ്ങിൽ വിളവെടുപ്പിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തുളസി പറിച്ചിട്ട് അതിന്റെ ഒരു പുകയിട്ടിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് കൊള്ളിക്കും. ഇതിന്റെ പടവളവും പീച്ചിലും പാവലും ഒക്കെയാണ്. അപ്പൊ ഇത് പന്തലിൽ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ നല്ല കീടങ്ങളുടെ ആക്രമണം തുടങ്ങുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈ തുളസി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെറിയ രീതിയിൽ പുക കൊള്ളിക്കുകയാണെങ്കിൽ കീടങ്ങളൊന്നും തന്നെ വരില്ല. തുളസി ഇങ്ങനെ കതിര് നുള്ളുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടി ഉൾപ്പെടുത്തി എടുത്തിട്ട് ഞാനത് പുക കൊള്ളിക്കും. അപ്പോൾ തുളസി പിന്നെയും പൊട്ടിക്കിളുത്ത് ഇതിപ്പോൾ നല്ല വലിയ മരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിത്യവഴുതന, വെള്ള കളറിലുള്ള നിത്യവഴുതന പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നിത്യവഴുതന. ഇതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വിരിഞ്ഞിട്ട് കൊഴിഞ്ഞു കഴിയുമ്പോൾ കായുണ്ടായി തുടങ്ങും. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഇതിൻ്റെ പൂവ് വിരിയുന്നത്. ഇത് കൂടാതെ വേറൊരു കളറിലുള്ള നിത്യവഴുതന കൂടെ ഉണ്ട്. അതിൻ്റെ കളർ വയലറ്റ് കളറാണ്. പക്ഷേ അതിൻ്റെ പൂവ് വെള്ള കളറിലുള്ള പൂവായിരിക്കും. നമ്മൾക്ക് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് മരത്തിൽ പടർന്ന് കയറിയിട്ട് നമുക്ക് കായൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പന്തലിലാണ് പടർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ തുളസി നട്ടിരിക്കുന്നത്. നവംബർ തൊട്ട് നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ഗാർഡനിൽ നിറയെ പൂക്കളാണ്. പൂക്കളൊക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള നല്ല വെയിലത്തുണ്ടാകുന്ന ഒരു പൂവാണിത്. ഇത് പെറ്റൂണിയാണ്. നീല കളറിലുള്ള ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. ഇത് നമുക്ക് കമ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വേനലിന് നിറയെ ഉണ്ടാവുന്നതാണ് ചീര. വേഗം തന്നെ പിടിച്ചു കിട്ടും. തക്കാളി ആയാലും ചീര ആയാലും ഒക്കെ വേനൽക്കാലത്ത് നന്നായിട്ടുണ്ടാവും. പിന്നെ തക്കാളിയിലും പൂവിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ തക്കാളിക്കും ചീരക്കൊക്കെ വേഗം തന്നെ സ്ലറി ഉണ്ടാക്കിയാണ് ഒഴിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ചീരയൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടാറുണ്ട്. ഇത് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. തക്കാളി കായാണെങ്കിൽ നമ്മൾ ഇതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. പിന്നെ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ ഈ ചാമ്പ നിറയെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒത്തിരി ചാമ്പ കായൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കിളിയൊക്കെ കൊത്തി താഴെ ഇടും. അപ്പോൾ ഇത് ചീരയുടെ കുഞ്ഞു തൈകളാണ്. അപ്പോൾ ഇത് വേഗം പിടിച്ചു കിട്ടാനായിട്ട് ഞാൻ ഇതേപോലെ കുപ്പിയിൽ ഒരു തുണി വെച്ചിട്ട് വെള്ളം അതാകുമ്പോൾ നമുക്ക് എപ്പോഴും നനച്ചു കൊടുക്കണ്ട. എപ്പോഴും ചൂട് ഉണങ്ങാതെ തന്നെ നിൽക്കുകയും ചെയ്യും. ഈ ചീര ഞാൻ തക്കാളി ചുവട്ടിലാണ് പാകിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ പിടിച്ച് പൂവിടാറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇരുന്നിടെ വിട്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതേപോലുള്ള കൃഷി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.